ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണ സംഘം എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യും. മുൻ സെക്രട്ടറി ജയശ്രീയുടെ മൊഴിയെടുക്കും. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം തന്നെയാണ് SIT സംഘം നടത്തുന്നത്. ഒപ്പം മുൻ സെക്രട്ടറി ജയശ്രീയുടെ മൊഴിയും എടുക്കുമല്ലേ? തീർച്ചയായും KP സുരേഷ്, എൻ വാസുവിന് കുരുക്കുമുറുകുന്നു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർ നടപടികളുമായി വേഗത്തിൽ പോകാൻ തന്നെയാണ് SIT സംഘത്തിന്റെ തീരുമാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണം രണ്ടാം ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ആദ്യ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു അന്വേഷണമായിരുന്നു. തുടർന്ന് വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, ഹൈക്കോടതി അടക്കം കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം എത്തണം എന്നുള്ള നിർദ്ദേശം കൂടി സംഘത്തിന് മുന്നിൽ വച്ചിരുന്നു. കൂടാതെ തന്നെ 5-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അതിനാൽ തന്നെ നടപടികൾ വേഗത്തിലാക്കി, ഒപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് SIT സംഘം കടക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നടപടികളിലേക്കാണ് SIT സംഘം കടന്നിരിക്കുന്നത്. വിശദമായ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇദ്ദേഹം പങ്കുവച്ചു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിലെ മൂന്നാമത്തെ ഉദ്യോഗസ്ഥനാണ് ഇതോടുകൂടി പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ആ സമയത്ത് ഭരണത്തിലുണ്ടായിരുന്ന സെക്രട്ടറിയെയും ചോദ്യം ചെയ്യുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉടനെ ഇവരെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ജയശ്രീ ആയിരുന്നു ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിലെ ആ സെക്രട്ടറി ആയിരുന്ന കാലം കൂടിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഇതിലേക്ക് നയിച്ചത് സുധീഷിന്റെ, അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദേവസ്വം ബോർഡിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷിന്റെ അറസ്റ്റാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് വേഗത്തിലാക്കുവാനും നിർണായക ഘട്ടങ്ങളിലേക്ക് കടക്കുവാനും കാരണമായത്. ഉന്നതരുടെ പങ്കടക്കം വ്യക്തമാക്കുന്ന ചില രേഖകളും മൊഴികളും സുധീഷ് അന്വേഷണ സംഘത്തിന് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ വാസുവിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം കമ്മീഷണറായിരുന്നു. ദേവസ്വം കമ്മീഷണറായി വിരമിച്ച് അധിക കാലം ആകുന്നതിന് മുമ്പാണ് ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള സ്ഥാനം ഏൽക്കുന്നത്. ഇതിന്റെ ഒരു ഇടക്കാലത്ത് വെച്ചാണ്, ഈ ഇടവേള സമയത്താണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത് എന്നടക്കമുള്ള പ്രതികരണങ്ങൾക്ക് എൻ വാസു മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയിരുന്നു. ഇത് തന്നെ അറിയില്ല എന്ന്, അതായത് തനിക്ക് ഉണ്ണികൃഷ്ണ പോറ്റിയെ, സ്പോൺസറായ ഉണ്ണികൃഷ്ണ പോറ്റിയെ അറിയില്ല എന്നാണ് തുടക്ക സമയത്ത് ഉന്നയിച്ച വാദം. തുടർന്ന് എൻ വാസുവിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അടക്കം എൻ വാസുവിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യുമെന്നും ഉള്ള വിവരങ്ങൾ ജനൻ TV പുറത്തുവിട്ടിരുന്നു. ആ വാർത്തകൾ ശരിവെക്കുന്ന നടപടികളാണ് ഇപ്പോൾ SIT സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആദ്യം അറിയില്ല എന്ന് നിഷേധിക്കുകയും തുടർന്ന് ഇമെയിൽ അയച്ച സന്ദേശങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ തനിക്ക് ഉണ്ണികൃഷ്ണ പോറ്റി മെയിൽ അയച്ചിരുന്നു. ഈ ശബരിമലയിലെ ദ്വാരപാലക സ്വർണം പൂച്ചിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം അത് നിർധനായ ഒരു യുവതിയുടെ കല്യാണത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് ആ ഒരു മെയിലിൽ ഉണ്ടായിരുന്ന, ഇമെയിൽ സന്ദേശത്തിൽ ഉണ്ടായിരുന്ന ഉള്ളടക്കം. ഈ ഉള്ളടക്കത്തിൽ അടക്കം ന്യായീകരിക്കുന്ന നിലപാടാണ് എൻ വാസു ഉടനീളം സ്വീകരിച്ചത്. കൃത്യമായി തന്റെ ഭരണത്തിൽ വിരമിച്ചതിന് ശേഷമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ്, ഒരു സന്ദേശം കിട്ടുകയാണെങ്കിൽ പോലും അത് കൃത്യമായും ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ട ബാധ്യതയുണ്ട്. അത്തരത്തിലൊക്കെ മറച്ചു പിടിക്കൽ ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളതും വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി കടുപ്പിക്കുവാനായിട്ട് SIT സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, സ്വർണ്ണമാണെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പ് എന്ന് എഴുതി ചേർത്തു എന്നുള്ള വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിർണായക മൊഴികൾ, ഈ എൻ വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന നിർണായക മൊഴികൾ സുധീഷ്, ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ ഉദ്യോഗസ്ഥനായിരുന്ന സുധീഷിന്റെ മൊഴികളിൽ നിന്നാണ് എൻ വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വീട്ടിലേക്ക് വിട്ടയച്ചുവെങ്കിലും തിരുവനന്തപുരത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. പേട്ട സ്വദേശി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്ന നിർണായക വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ ലഭിക്കുന്നത്. അധികം വൈകാതെ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ മൊഴികൾ ചോദ്യം ചെയ്യലുണ്ടാകും. തുടർന്നായിരിക്കും നടപടികൾ സ്വീകരിക്കുക. മറ്റ് തുടർ നടപടികൾ വേഗത്തിലാക്കുവാനാണ് SIT സംഘത്തിന്റെ തീരുമാനം എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KP സുരേഷ്. ശരി, MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.